അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പലരും ചോദിച്ച ഒരു കാര്യവുമാണ്. അതുമല്ലാതെ ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ദുആ കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയ ഒരു നേട്ടത്തിനെ കുറിച്ച് ആ ചരിത്രത്തിലൂടെ പറയുന്നത് ഡോക്ടർ ഇഷാൻ അഹമ്മദും ആ ഉമ്മയുടെ ദുആയും അള്ളാഹു കൊടുത്ത ഉത്തരവുമാണ്. അതെങ്ങനെയൊക്കെയാണ് ആ ചരിത്രം എന്നുള്ളത് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ കാര്യമൊന്നും ഇതല്ല. എല്ലാരും ചോദിക്കുന്നത് ആ ഉമ്മ ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. പ്രാർത്ഥന എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. എന്നാൽ നമ്മുടെ ദുആ അള്ളാഹു ഒരിക്കലും കേൾക്കുന്നില്ല. ഞാൻ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നില്ല. 10ഓളം വർഷങ്ങളായി കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യുന്നു, വീടില്ല, വീട് കിട്ടാൻ ദുആ ചെയ്യുന്നു, ഒരുപാട് ദുആകളൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും യാതൊരുവിധ ഉത്തരവുമില്ല എന്നുള്ളത് പലരെയും പരാതികളാണ്. എന്നാൽ അതിലൊരു ഉത്തരമായിട്ട് പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മൾ ഈ ദുആ ചെയ്യുന്ന ദുആകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കേൾക്കാതെ പോകുന്നതല്ല. അള്ളാഹുവിന് നമ്മളോട് ദേഷ്യമോ വിദ്വേഷമോ അതൊന്നും കൊണ്ടല്ല അള്ളാഹു നമ്മളെ ദുആ കേൾക്കാത്തത്. നമ്മൾ എത്രത്തോളം റബ്ബിലേക്ക് വിളിക്കുന്നു, നമ്മൾ എത്രത്തോളം അള്ളാഹു എന്ന് വിളിക്കുന്നു, അള്ളാഹു അത് കേൾക്കുവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഓരോ വിളികളും അള്ളാഹു ഇനിയും ഇനിയും കേൾക്കാൻ വേണ്ടി കൊതിക്കുന്നു. കുറച്ച് ടേസ്റ്റ് കിട്ടിയാൽ അതിനു വേണ്ടി കൊതിക്കുന്ന മനുഷ്യരെ പോലെ അള്ളാഹു നമുക്ക് കാത്തിരിക്കും, അള്ളാഹു നമുക്ക് കൊതിച്ചിരിക്കും. ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്താൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. അതാണ് അള്ളാഹു. എന്നാൽ നമുക്ക് ഇവിടെ ദുആ ചെയ്തെന്നൊന്നും കിട്ടുന്നില്ല. അള്ളാഹു നമ്മൾക്ക് ദേഷ്യവും വിദ്വേഷമൊന്നുമില്ല. പിന്നെന്താ ഇവിടെ ദുആ ചെയ്താൽ പോലും കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അള്ളാഹു അത് നമുക്ക് നീട്ടി വെച്ചിരിക്കുന്നു എന്നാണ്. ദുആകൾ അള്ളാഹു ഒരുപാട് നീട്ടിവെക്കും. ഈ നീട്ടിവെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മനോഹരത്തിന് മാത്രമാണ്. നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന നേരത്ത് മലക്കുകൾ ഒരുപാട് സമ്മാനങ്ങളായിട്ട് വരും. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാണ് എനിക്ക് ഇത്ര സമ്മാനങ്ങൾ, ഞാൻ വല്ലതും ചെയ്തിരുന്നോ? അപ്പൊ ആ മലക്കുകള് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദുനിയാവിൽ ഇരുന്ന് എത്രത്തോളം കണ്ണീരിറ്റി ദുആ ചെയ്തോ, അള്ളാഹുവിന് വേണ്ടി നീ ഒരുപാട് ദുആ ചെയ്തിരുന്നില്ലേ? പക്ഷേ ആ ദുആകളൊന്നും അള്ളാഹു അതേ സമയം നിനക്ക് ഉത്തരം നൽകിയില്ലായിരുന്നു. ആ ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു നമ്മളെ വൈകിപ്പിക്കുന്നത് ഒരു മനോഹരത്തിന് വേണ്ടിയാണെന്ന്. ആ മനോഹരം ആ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഒരുപാട് സമ്മാനങ്ങൾ ദുനിയാവിൽ ചോദിച്ച് കിട്ടാതെ പോയ എല്ലാ സമ്മാനങ്ങളും മേടിച്ച് കൂട്ടിയിട്ട് നമ്മൾ ചിരിച്ചോണ്ട് പറയും, അള്ളാഹുവേ, ഞാൻ ദുനിയാവിൽ വെച്ച് ചെയ്ത എല്ലാ ദുആകളും നീ സ്വീകരിക്കാതിരുന്നു എങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് ഒരുപാട് സമ്മാനങ്ങൾ ഇനി ഞങ്ങൾക്ക് നൽകുമായിരുന്നെങ്കിൽ ഞങ്ങൾ ദുനിയാവിലിരുന്ന് ഒരു ദുആയും ഞങ്ങൾ ചെയ്യത്തില്ലായിരുന്നല്ലോ റഹ്മാനെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയുണ്ടാകും. ഈ ദുആയുടെയൊക്കെ പ്രത്യേകത ഇതാണ്. എന്തൊക്കെ നമ്മൾ ദുനിയാവിൽ ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരലോകത്ത് വെച്ച് അള്ളാഹു നൽകും. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ പല്ലെടുക്കാൻ പോകുന്നു. എടുത്തതിന് ശേഷം ഉമ്മയോട് ഉമ്മ ഐസ്ക്രീം വേണം എന്ന് ആവശ്യപ്പെടുമ്പം മകന് പനി പിടിക്കുമോ എന്തെങ്കിലും ഒക്കെ കരുതി ഉമ്മ ചിലപ്പം ആ സമയത്ത് ഐസ്ക്രീം കൊടുക്കാതിരിക്കും. അപ്പൊ ആ കുഞ്ഞ് ചിന്തിക്കുന്നത് എന്താ, ഉമ്മ എന്റെ കൂടെ ദേഷ്യവാ, ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മ മേടിച്ചു തരത്തില്ല എന്നൊക്കെ മക്കൾ പരാതി പറയാറുണ്ട്. എന്നാൽ ആ മകൻ എന്ത് കഴിച്ചാലേ അവൻ നന്നാവൂ, അവൻ നല്ലതായിരിക്കൂ എന്ന് അറിയാവുന്നത് ആ പ്രസവിച്ച ഉമ്മാക്ക് മാത്രമായിരിക്കും. എന്നാൽ ആ ഉമ്മായെ സൃഷ്ടിച്ച പടച്ച റബ്ബിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പോകണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചിലപ്പം നീ ദുആ ചെയ്യുന്നത് നിനക്ക് ഖൈറാണെങ്കിൽ അള്ളാഹു ചിലപ്പോൾ നിനക്ക് നേരത്തെ തന്നെ അതിന്റെ ഉത്തരം നൽകിയിരിക്കും. അത് ഷെറാണെങ്കിൽ നീ എത്ര കാലം ദുആ ചെയ്താലും അത് നിനക്ക് ഒരിക്കലും ഗുണപ്രദമാകില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഈ ദുആകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ഒരിക്കലും കാണാതെ പോകത്തില്ല. ഏതൊക്കെ ഇരുട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഒരു ഇജാബത്ത് ഉണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ എന്തൊക്കെയാണ് നല്ലത് എന്തൊക്കെയാണ് ചീത്തത് എന്ന് മനസ്സിൽ ഉറപ്പിച്ച്
ജീവിച്ച് അതുപോലെ നല്ല രൂപത്തിൽ ജീവിക്കാൻ ഏകനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദുആയ്ക്ക് ഉത്തരം കിട്ടിയ ആ ഉമ്മയുടെ ആ ഒരു കഥ ചാനലിൽ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീഡിയോ എല്ലാവരും പോയി കാണുക.